കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ തീപിടുത്തം. ജ്യോതിസ് കെമിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേന എത്തി തീ അണക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് എസ് രാഗിൻ ചേരുകയാണ്. രാഗിൻ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണോ? വൈകിട്ട് 8:15 കൂടിയാണ് സംഭവം. ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ജ്യോതി കെമിക്കൽസ് എന്നാണ് ഫാക്ടറിയുടെ പേര്. ഇത് ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ അത്തരം കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. ഉടൻ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലായി തീ ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ ഇവിടെ തീ ഉയർന്നു. അത് സമീപ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഗ്യാസിൻ്റെ സ്ഥാപനമുണ്ട്, പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ളവയുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ആശങ്ക ആ സമയത്ത് ഉണ്ടായി. എന്തായാലും സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടന്നു. ഒരു 7ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും അണച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എത്ര മണിയോടുകൂടിയാണ് വലിയ തോതിൽ? അതെ, ഒരു 8:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 8 മണിക്ക് തൊഴിലാളികൾ പണി കഴിഞ്ഞ് പോയി എന്നാണ് അവർ പറയുന്നത്. 8:15 കൂടിയാണ് സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാർ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാട്ടുകാർ. ഫയർഫോഴ്സോ മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ വരികയും ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സാധനങ്ങളെല്ലാവരും എടുത്ത് അവർ മാറ്റിവെക്കുകയും വളരെ ശ്രമകരമായ ഒരു പണിയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൊട്ടടുത്തൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ, അതായത് ഈ വ്യവസായ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പും കൂടാതെ ഗ്യാസ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വലിയ തോതിൽ തീ ഉയർന്നിരുന്നു. ഫയർഫോഴ്സും മറ്റു വിഭാഗങ്ങളും ഇവിടെ സ്ഥലത്തെത്തി. ഏതാണ്ട് ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചുകൊണ്ടിരിക്കുകയാണ്. പുക ഇപ്പോഴും കെട്ടിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിവിധ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഏലൂർ എടയാർ വ്യവസായ മേഖലയിൽ പല സ്ഥാപനങ്ങൾക്കും തീപിടുത്തം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ കൂടുതലാണ് എന്നതാണ് ഏവരും പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.